ഇനി നമുക്ക് ഒരു പ്രാണായാമം അഭ്യസിക്കാം, ഒരു പ്രാണായാമത്തെക്കുറിച്ച് പഠിക്കാം. എന്താണ് ഈ പ്രാണായാമം? പറയാൻ പോകുന്ന പ്രാണായാമം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം ഞാൻ അതിനെക്കുറിച്ചൊരു ബ്രീഫ് ആയിട്ട് സംസാരിക്കാം. ഉജ്ജായി പ്രാണായാമം ശ്വസനക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാണായാമമാണ് ഉജ്ജായി പ്രാണായാമം. ഇതിനെ വിജയിയുടെ ശ്വാസം അല്ലെങ്കിൽ വിക്ടോറിയസ് ബ്രീത്ത് എന്ന് പറയും, അല്ലെങ്കിൽ സമുദ്ര ശ്വാസം എന്നും ഇതിന് പേരുണ്ട്. ശ്വസിക്കുമ്പോൾ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന മൃദുവായ ശബ്ദമാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ചെയ്യുന്ന രീതി നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ്. ആദ്യം ഇരിക്കേണ്ടത് നട്ടെല്ല് നിവർത്തി സുഖകരമായ ഒരു ആസനത്തിൽ, ഒന്നുകിൽ പത്മാസനമോ അല്ലെ സുഖാസനത്തിലോ ഇരിക്കുക. കണ്ണുകൾ പെതുക്കെ അടയ്ക്കാം. തൊണ്ട ക്രമീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വായ അടച്ചു പിടിച്ച് മൂക്കിലൂടെ മാത്രം ശ്വസിക്കുക. തൊണ്ടയുടെ പിൻഭാഗം, അതായത് ഗ്ലോട്ടിസ് എന്ന ഭാഗം ഒന്ന് സങ്കോചിപ്പിക്കുക, കൺസ്ട്രിക്റ്റ് ചെയ്യാം. ശബ്ദമില്ലാതെ ഹായ് എന്ന് ഉച്ചരിച്ചാൽ ശ്രമിക്കുന്നത് പോലെ വേണം ഇത് ചെയ്യാൻ. ഇനി ഇതിൻ്റെ ശ്വസന രീതി നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പതുക്കെ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം ശ്വാസനാളത്തിലൂടെ കടന്നു പോകുമ്പോൾ തൊണ്ടയിൽ നിന്ന് കടൽ തിരമാലകൾ ഇരമ്പുന്നത് പോലെയോ അല്ലെങ്കിൽ ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്നത് പോലെയോ ഉള്ള ഒരു മൃദുവായ ശബ്ദം പുറപ്പെടുവിക്കണം. എന്നിട്ട് സാവധാനത്തിൽ ശ്വാസത്തെ പുറത്തേക്ക് വിടുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും ഇതുപോലെ മൃദുവായ ശബ്ദം ഉണ്ടാക്കിയാൽ വളരെ നല്ലത്. പക്ഷേ എടുക്കുന്ന സമയത്താണ് ഇത് കൂടുതലും ശ്രദ്ധേയമായിട്ട് ചെയ്യേണ്ടത്. ശ്വസനത്തിൻ്റെ വേഗത കുറച്ച് ആഴത്തിലുള്ളതും താളാത്മകവുമായ ശ്വസനത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇത് ചെയ്യുമ്പോഴാണ് ഉജ്ജായി പ്രാണായാമം പൂർണ്ണമായി തീരുന്നത്. ഇനിയും ഈ ശ്വാസത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ ഉജ്ജായി പ്രാണായാമത്തിൽ തന്നെ കുംഭകവും ചെയ്തിട്ട് ചെയ്യാം, അന്തർകുംഭകം ചെയ്തും ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് ഒരു ബന്ധം കൂടി അനിവാര്യമാണ്. കഴുത്ത് താഴോട്ടാക്കി ഇരിക്കുന്ന ഒരു ബന്ധമുണ്ട്. ആ ബന്ധം കൂടി ചെയ്തുകൊണ്ട് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്ത് കാണിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഇതിനെക്കുറിച്ച് വിവരിക്കാം. അപ്പം ഇതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സമ്മർദ്ദവും ഉത്കണ്ഠയും, അതായത് മനസ്സിൻ്റെ സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നു. ശരീര താപത്തെ ക്രമീകരിക്കാനും വിഷാംശങ്ങൾ പുറന്തള്ളാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏകാഗ്രതയുണ്ടാക്കാൻ വളരെയധികം സഹായിക്കുന്ന